ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിത് മൈക്രോവേവ് കൾച്ചർ സെറ്റ് ചെയ്യാൻ പോകണേ. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. നമ്മളപ്പോൾ ഈ ഇരിക്കുന്ന മൈക്രോവേവ് കൾച്ചറിന് റീസെറ്റ് ചെയ്യാൻ പോവുകയാണേ. അതിനകത്ത് രണ്ടിനകത്ത് ഇരുന്ന കൾച്ചറാണ് നമ്മൾ ഇതിനകത്ത് കൊഴിച്ച് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ബ്രെഡ് വെച്ച് ഒന്നുകൂടെ സെറ്റ് ചെയ്തിട്ട് വേണം ഇത് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. മൈക്രോവേവ് കൾച്ചർ കടന്ന് തിളച്ച് മറിയുന്നത് കാണിച്ചു തരാം. നല്ല രീതിക്കുണ്ട് നമ്മുടെ കൾച്ചർ. ടിന്നൊക്കെ നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട് രണ്ടും. പിന്നെ ഞാൻ എന്ന് പറയുമ്പോഴത്തേക്ക് നേരത്തെ ചെയ്തിട്ടുള്ളതായതുകൊണ്ട് ഈ അടുപ്പിലേക്ക് ആൾറെഡി ഹോൾ ഇട്ട് വെച്ചേക്കണം. അപ്പം നിങ്ങൾ എടുക്കുന്ന ആ ഒരു പാത്രത്തിൻ്റെ അവിടെ ഹോൾ ഇട്ട് വെച്ചേക്കണം അടപ്പിനകത്ത്. ജസ്റ്റ് ചെറിയ എയർ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് വെക്കണം. കണ്ടോ, നമുക്കിനി ബ്രെഡ് വെച്ചുള്ള പരിപാടിയാണ്. ബ്രെഡ് എടുക്കുമ്പോഴത്തേക്ക് തിന്നാനൊക്കെ തോന്നും, പക്ഷേ തിന്നരുത്. തിന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തികയാതൊക്കെ വരും. അതുകൊണ്ട് കറക്റ്റായിട്ട് ഇതിനെ തന്നെ എടുക്കണം കേട്ടോ. അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെഡ് എടുത്തിട്ട് നമുക്ക് ഈ സൈഡൊന്നും മതി, സൈഡൊക്കെ നമുക്ക് ഒഴിവാക്കിയിട്ട് ഈ ഒരു വെള്ളമൊക്കെ മാത്രമായിട്ട് കളക്ട് ചെയ്യണം. നമ്മൾ ആ ബ്രെഡിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇതാ. സൈഡൊക്കെ കാണിട്ട് നമ്മൾ ഈ ഒരു വൈറ്റ് ഭാഗം മാത്രമായിട്ട് എടുക്കണം. സൈഡൊക്കെ വേണമെങ്കിൽ നിങ്ങൾ തിന്നും, അത് പ്രശ്നമില്ല. ഇങ്ങനെ ആക്കിയ പോലെ തന്നെ നമുക്ക് ഈ ബ്രെഡ് എല്ലാം സൈഡ് കളഞ്ഞിട്ട് എടുക്കണം. ഇനി നമ്മൾ ബ്രെഡ് ഫുള്ള് കാലിയാക്കിയിട്ടുണ്ട്. നമ്മൾ ഫുള്ള് സൈഡൊക്കെ കളഞ്ഞ് എല്ലാം സെറ്റാക്കിയിട്ട് എടുത്ത് ഇവരെ ചെറുതായിട്ട് വെള്ളമൊക്കെ മിക്സ് ചെയ്ത് നമുക്ക് കുഴച്ചെടുക്കണം. വേറെ കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ചെയ്യുന്നത് പല മെത്തേഡായിരിക്കും. ഞാനിവിടെ ചെയ്യുന്ന ഈ മെത്തേഡാണ്. കാര്യം പറഞ്ഞാൽ ഇതിന് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ചിലർ ഈസ്റ്റൊക്കെ ആഡ് ചെയ്തിട്ടായിരിക്കും വാട്ടർ ആഡ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ജസ്റ്റ് ഈസ്റ്റ് അല്ലാതെ ഇട്ട് കൊടുക്കത്തേ ഉള്ളൂ. നമ്മൾ അങ്ങനെ ഇരുന്ന ബ്രെഡിനതാ ഈ ഒരു കോലാക്കിയിട്ടുണ്ട്. ഇങ്ങനെ കുഴച്ച് വെച്ചത് ഈ ഒരു പരുവാക്കണം നിങ്ങൾ. സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമുക്ക് ഈ ടിന്നിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അത് ബേസ് ലെവലിൽ ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്കിത് അങ്ങനെ 2 ടിന്നിൽ ആഡാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ വെച്ച സ്റ്റാർട്ടർ കൾച്ചർ ഉണ്ടല്ലോ, അത് ഇത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ കുറച്ച് ഈസ്റ്റും കൂടെ ആണ് കേട്ടോ നമ്മളെ കൾച്ചർ എന്ന് പറയുന്നത്, അതായത് മൈക്രോവേവ് കൾച്ചർ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് വെച്ചപ്പോൾ തന്നെ കൾച്ചർ കയറി വന്നിട്ടുണ്ട്. അത്രയ്ക്ക് കൊണ്ടിരിക്കും. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ച ഈ ഡപ്പയ്ക്കകത്ത് ഇനി ഈ കൾച്ചർ ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് കുറച്ച് ഈസ്റ്റും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. നമ്മൾ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ടേ. ഇനി ജസ്റ്റ് ഈസ്റ്റ് ഇട്ട് കൊടുത്താൽ അതിൻ്റെ ടോപ്പിൽ ഈ ടിന്നിൻ്റെയൊക്കെ സൈഡിൽ ഇരിക്കണം. ഇതൊക്കെ നമുക്ക് ഇനി തുടച്ച് വൃത്തിയാക്കി കൊടുക്കണം. രണ്ടിൻ്റെ ഇതിൻ്റെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടാണ് ഇതിനകത്ത് ഈസ്റ്റ് ഇടേണ്ടുള്ളത്. ഒരുവിധം തുടച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈസ്റ്റ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കണം. അതിൽ നമുക്ക് കുറച്ച് ഈസ്റ്റ് മതി. കുറച്ച് ഈസ്റ്റ് ഇച്ചിരി എടുത്തിട്ട് ഇതിന് ടോപ്പിൽ ഇച്ചിരി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു ലെവലിൽ ഇങ്ങനെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമുക്ക് അടുത്തതിനകത്തോട് ആഡ് ചെയ്ത് കൊടുക്കാതെ. ഇത്രയുള്ള കാര്യങ്ങൾ. ജസ്റ്റ് അടപ്പെടുക്കുക, അടയ്ക്കുക, എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പോഴത്തേക്ക് നമ്മളെ കൾച്ചർ റെഡി. അത്രേ ഉള്ളൂ. വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൾച്ചർ സെറ്റ് ചെയ്ത് നമ്മുടേതായ രീതിയിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ട് തോന്നുന്നത് നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്ത് ചെയ്യാനുണ്ട്. അതായത് യൂട്യൂബിലും ഇൻസ്റ്റയിലും എല്ലാം ഇഷ്ടംപോലെ വീഡിയോസ് കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ട് തോന്നുന്നത്, ഏതാണ് ഇഷ്ടപ്പെട്ടത്, അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ബൈ.